ഫ്ലോറിഡ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജെയിംസ് ഫിഷ്ബാക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ H-1B വിസ പ്രോഗ്രാം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നും ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇത് അനധികൃതമായി മുൻതൂക്കം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. താൽക്കാലിക തൊഴിൽ വിസ പ്രോഗ്രാമിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടുന്നത് ഇന്ത്യക്കാരാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കുടിയേറ്റക്കാർ പൗരത്വം നേടുന്നവർ പോലും അമേരിക്കൻ സ്വപ്നത്തിൻ്റെ ഭാഗമാകാൻ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ ഡോഗ് ഉപദേഷ്ടാവ് കൂടിയായ ഫിഷ്ബാക്ക് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. എൻ്റെ സ്വന്തം സംസ്ഥാനമായ ഫ്ലോറിഡയിലെ സമീപകാല കോളേജ് ബിരുദധാരികൾക്ക് പോലും ജോലി ലഭിക്കുന്നില്ല. നമ്മൾ, അതായത് അമേരിക്കക്കാർ, ലോകത്തിലെ ഏറ്റവും മിടുക്കരായ, ഏറ്റവും പ്രതിഭാശാലികളായ ആളുകളാണ്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ IT പോലുള്ള എൻട്രി ലെവൽ ജോലികൾക്കായി വില കുറഞ്ഞ തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യുന്ന ആശയം തികച്ചും അസംബന്ധമാണ് എന്നാണ് ഫിഷ്ബാക്ക് CNN പറഞ്ഞത്. ഫ്ലോറിഡയുടെ ആകെ ജനസംഖ്യയുടെ 0.59% മാത്രമുള്ള ഇന്ത്യൻ അമേരിക്കക്കാരെ മാത്രം എന്തിനാണ് ലക്ഷ്യമിടുന്നതെന്ന് CNN അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത്, ഞാൻ ഇന്ത്യൻ അമേരിക്കക്കാരെ ലക്ഷ്യമിടുന്നത് അവർ ഇന്ത്യൻ അമേരിക്കക്കാർ ആയതുകൊണ്ടല്ല. അവർ H-1B വിസയുടെ ഏകദേശം 77% നേടുന്നത് കൊണ്ടാണ് ഞാൻ അവരെ ലക്ഷ്യമിടുന്നത്. എനിക്ക് കുടിയേറ്റക്കാരോട് വെറുപ്പില്ല, പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ആളുകളെ സ്നേഹിക്കുന്നു എന്നാണ്. താൻ വിജയിച്ചാൽ H-1B വിസയുള്ള എല്ലാവരെയും പിരിച്ചുവിടുമെന്നും ഫിഷ്ബാക്ക് അവകാശപ്പെടുന്നുണ്ട്. ഫ്ലോറിഡ ഗവർണർ എന്ന നിലയിൽ ഞാൻ സംസ്ഥാന ഏജൻസികളിൽ ജോലി ചെയ്യുന്ന എല്ലാ H-1B ജീവനക്കാരെയും പിരിച്ചുവിടും. യോഗ്യതയുള്ള ഫ്ലോറിഡക്കാർക്ക് പകരം H-1B വിസക്കാരെ നിയമിക്കുന്ന കമ്പനികളുമായുള്ള സംസ്ഥാന കരാറുകൾ ഞാൻ റദ്ദാക്കും. അമേരിക്കക്കാരെ വീണ്ടും നിയമിക്കാൻ കമ്പനികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം X-ൽ കുറിച്ചിട്ടുണ്ട്. ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ട്രംപ് പിന്തുണച്ച റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ബൈറോൺ ഡൊണാൾഡ്സിനെയും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട്. അമേരിക്കൻ തൊഴിലാളികളെക്കാൾ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്കാണ് ഡൊണാൾഡ്സ് കൂട്ടുനിൽക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. പ്രത്യേക മേഖലകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്ന H-1B വിസ പ്രോഗ്രാമിനെ എതിർക്കുന്നതിൽ ഫിഷ്ബാക്ക് തൻ്റെ പ്രചാരണത്തിൻ്റെ വലിയൊരു ഭാഗവും സമയവും മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഫെഡറൽ തലത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതാണെങ്കിലും ഫ്ലോറിഡ സംസ്ഥാന സർക്കാർ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപയോഗം ലക്ഷ്യമിടാനും അതിനെ ആശ്രയിക്കുന്ന കമ്പനികളെ ശിക്ഷിക്കാനും ഫിഷ്ബാക്ക് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് എന്ന് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്തു. ജെയിംസ് ഫിഷ്ബാക്ക് H-1B വിസ പ്രോഗ്രാമിനെ പിന്തുണച്ച ട്രംപിനെയും വിമർശിക്കുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപിൻ്റെ പിന്തുണക്കാരനായിരുന്നിട്ടും H-1B വിസ പ്രോഗ്രാമിനെ പിന്തുണച്ചതിനെ ഫിഷ്ബാക്ക് അദ്ദേഹത്തെ വിമർശിച്ചു. ഞാൻ പ്രസിഡന്റ് ട്രംപിനെ പിന്തുണയ്ക്കുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും ഞാൻ പിന്തുണയ്ക്കുന്നില്ല, അദ്ദേഹം ന്യൂസ് വീക്കിനോട് പറഞ്ഞു. കുടിയേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിസ പ്രോഗ്രാമുകൾക്കുള്ള ട്രംപിൻ്റെ പിന്തുണയെ അദ്ദേഹം പ്രത്യേകം എതിർത്തു. ജെയിംസ് ഫിഷ്ബാക്ക് കൊളംബിയൻ കുടിയേറ്റക്കാരിയുടെ മകനാണ്. നിയമപരമായ കുടിയേറ്റത്തിന് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. 30, 40, 50 വർഷം മുമ്പുള്ള കുടിയേറ്റം ഇന്നത്തെ കുടിയേറ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഫിഷ്ബാക്ക് തൻ്റെ അമ്മ അമേരിക്കയിലെത്തിയതിനെയും ഇന്നത്തെ കുടിയേറ്റ സാഹചര്യത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഫിഷ്ബാക്ക് 30 വയസ്സുള്ള ഒരു അമേരിക്കൻ നിക്ഷേപകനാണ്. 2023 അദ്ദേഹം അസോറിയ എന്ന നിക്ഷേപ സ്ഥാപനം സ്ഥാപിച്ചു. ആ സ്ഥാപനത്തിൻ്റെ CEO ആണ് ഇപ്പോൾ. ഒരു ബസ് ഡ്രൈവറുടെയും കൊളംബിയൻ കുടിയേറ്റക്കാരുടെയും മകനായാണ് അദ്ദേഹം വളർന്നത്. 21 വയസ്സിൽ ഒരു ഹെഡ്ജ് ഫണ്ട് സ്ഥാപിക്കാൻ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു എന്നാണ് മാർക്കറ്റ് വാച്ച് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്.